ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതായി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടച്ചു കൊടുത്ത് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ വേറൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 300 ഗ്രാം കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലോട് കൂടിയ ബീഫാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരക പൗഡർ, ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇത് നല്ല വേവിച്ചെടുക്കണം. ഇതുകൂടി നമുക്ക് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വലിയ 2 പച്ചമുളകും 4 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മുറിച്ച് വെച്ച വലിയൊരു സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ, ഏകദേശം 1 ടീസ്പൂൺ പോലെ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഊറ്റിയിട്ട് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂണ് ഗരം മസാലയും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മല്ലിയില ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കപ്പ ബിരിയാണീൻ്റെ മണം ഒരു രക്ഷയില്ല. ഇവിടെ മൊത്തം നല്ലൊരു മണമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.